ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ മുമ്പ് ഡിസൈൻ ചെയ്ത മെറ്റീരിയലിൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ അത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ നെക്ക് പാർട്ട് ഇതേ മോഡലിലാണ് കേട്ടോ ചെയ്തത്. സിമ്പിൾ വർക്കാണ് കൊടുത്തത്. നല്ല റെഡ് ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പാർട്ടിൽ വി നെക്കായിട്ട് അതിന് ബോർഡർ യോക്ക് ബീഡ്സൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ചെയ്തത്. ബാക്കിൽ അതേ റെഡ് കളറ് ക്രൈപ്പിൻ്റെ ലൈനിങ്ങും വെച്ച് കൊടുത്തു. പിന്നെ ഫ്രണ്ടിൽ ഞാൻ കുറേ അധികം റോള് ലേസ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് രണ്ട് ഷേപ്പിൻ്റെ സൈഡ് നോക്കി രണ്ട് സൈഡിലേക്കുമായിട്ട് ഫുൾ ലെങ്ത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ ലേസ്. പിന്നെ അതിൻ്റെ സ്ലീവ് ഇതേപോലെ ലേസൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും ഓർണമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രത്തോളം അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഓർണമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഇപ്പം എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ലേസൊക്കെ വെച്ചിട്ട് സ്ലീവിനൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് സ്റ്റോൺ വർക്ക് ബീഡ്സ് വർക്കൊക്കെ കഴിഞ്ഞു, ലേസ് വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ കയ്യിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിത് ബീഡ്സ് വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതിന് പാൻറ്റും ഇതേ കളർ തന്നെയാണ്. ലൈനിങ് കൊടുത്തിട്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്ട്രൈറ്റ് പാൻറ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഓപ്പൺ ടോപ്പ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാർട്ടി വെയർ ടോപ്പും പിന്നെ ഇതേ കളറിൽ തന്നെ ഷോളും ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഇതിന് മുമ്പ് ഞാനൊരു ഗ്രേപ്പ് കളറിലായിരുന്നു ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് ആയി. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ റെഡാണ് ഏകദേശം കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.